കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്നു ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 35 തൊട്ട് ഉള്ള വാക്യങ്ങൾ വായിക്കുക. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മെ വേർപിരിക്കുന്നതാണ് കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ. സ്തോത്രം. പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിൽ ദൈവം കൊടുത്ത വെളിപ്പാടനുസരിച്ച് നമുക്ക് നൽകിത്തരുന്ന അതിശ്രേഷ്ഠമായ ഒരു വചനമാണ്. അപ്പോൾ തന്നെ ഇതിന്റെ 31 തൊട്ടുള്ള റോമാലേഖനം 8-ാം അധ്യായം 31 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാണ്. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവരോട് കൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആർ? ക്രിസ്തുവേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. ഇവിടെ എല്ലാം വളരെ ചോദ്യചിഹ്നങ്ങളാണ് നിൽക്കുന്നത്. ശത്രുവിന്റെ വെല്ലുവിളിക്ക് നേരെ വളരെ ചോദ്യചിഹ്നങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന കാണാൻ കഴിയും. റോമാലേഖനം 8-ാം അധ്യായം 36 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കുകയാണ്: നിന്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു, അറുപ്പാൻ ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിൽ ഒക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. എന്നിട്ട് പൗലോസ് പറയാണ്: മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഈ വചനഭാഗം നമ്മൾ ആലോചിച്ച് ശ്രദ്ധിച്ച് മനസ്സിരുത്തി ധ്യാനിച്ചു വായിച്ചാൽ ശത്രുവിനോട് ഉള്ള വലിയൊരു വെല്ലുവിളിയായിട്ട് ഇത് കാണാൻ കഴിയും. അല്ലേ? പൗലോസിന്റെ ആത്മീയ ജീവിതത്തിലും ആത്മീയ ശുശ്രൂഷയിലും തന്റെ സുവിശേഷ ഘോഷണത്തിലും ഒക്കെ വളരെ വെല്ലുവിളികൾ നേരിട്ടപ്പോൾ അല്ലേലിയ പൗലോസ് അതിനെ കണ്ട് ഭയപ്പെട്ട് വെല്ലുവിളിയെ കണ്ട് ഭയപ്പെട്ടു പോകാതെ അതിനെതിരെ ശക്തമായ തിരിച്ചടി കൊടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ശക്തമായ തിരിച്ചടി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും ഈ ലോകം ചെയ്യുന്നത് പോലെ ആയുധമെടുത്ത് പ്രയോഗിക്കുക അല്ലെങ്കിൽ കായികപരമായിട്ട്. അങ്ങനെയല്ല. വചനത്തിലൂടെയാണ് പൗലോസ് അതിനെ ശക്തിയോടെ എതിർക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് ചോദിക്കുന്നത്: ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആര്? പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ഈ ദൈവവചനം കേട്ടുകൊണ്ട് ശ്രോതാവ്, ദൈവം നമുക്ക് അനുകൂലമായി ഉള്ളത് കൊണ്ട് നമുക്ക് പ്രതികൂലമായിട്ട് ഒരു വ്യക്തിക്ക് നിൽക്കാൻ കഴിയത്തില്ല. ദൈവഭക്തന്മാരെ, ദൈവജനത്തെ തകർക്കുന്ന വിധത്തിൽ ശത്രുവിന്റെ ഭാഗത്തുനിന്ന് ചോദ്യചിഹ്നങ്ങൾ ഉയർന്നു വരാം. പ്രൈസ് ദി ലോർഡ്. അത് നാം കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നവരാണ്. അങ്ങനെയുള്ള ചോദ്യചിഹ്നങ്ങളുടെ മുമ്പിൽ പൗലോസിനെ പോലെ അതിനെതിരെ ശക്തിയുക്തമായി എതിർത്ത് നിൽപ്പാൻ കഴിയണം. എന്നുകൊണ്ട് വെല്ലുവിളിക്കുന്ന ശത്രുക്കളോട് അപ്പോസ്തലനായ പൗലോസ് എതിർത്ത് നിന്ന് ദൈവശക്തിയിൽ തീക്ഷ്ണതയോടെ തിരിച്ചടി നൽകുന്നത് പോലെയുള്ള ചോദ്യങ്ങളാണ് പൗലോസ് ചോദിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. 4 പ്രാവശ്യം ആർ എന്ന ചോദ്യചിഹ്നങ്ങൾ ഹല്ലേലൂയ റോമാലേഖനം 8-ാം അധ്യായം 31 തൊട്ട് ഹല്ലേലൂയ 35 വരെയുള്ള വാക്യങ്ങൾ വായിക്കാൻ കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ ഭാഗം വായിച്ചാൽ മതി. ഞാൻ ആ ഭാഗം ഒന്ന് വായിച്ചിരുന്ന് വീണ്ടും ആവർത്തിച്ച് വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. അപ്പം വലിയ സ്തോത്രം. വെല്ലുവിളിയോടെ ചോദിക്കുന്ന ഈ ചോദ്യങ്ങൾ മാത്രമല്ല, അവൻ ഉപദ്രവങ്ങളോടും വെല്ലുവിളിക്കുകയാണ്, വ്യാകുലങ്ങളെയും വെല്ലുവിളിക്കുക. ഹല്ലേലൂയ. അപ്പൊ ശത്രുവിന് നേരെ പൗലോസ് തനിക്ക് നേരെ ഉണ്ടാകുന്ന സകല ഉപദ്രവങ്ങളും ഹല്ലേലൂയ വ്യാകുലങ്ങളോടും സ്തോത്രം ശത്രുവിന്റെ ഹല്ലേലൂയ തന്ത്രങ്ങളെയും പൗലോസ് ഒരു വെല്ലുവിളിയുടെ അനുഭവത്തിലൂടെ ദൈവവചനത്തിൽ നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ പ്രൈസ് ദി ലോർഡ്.
അതേ അതേ വചനം കൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ശത്രുവിനെ തകർക്കണം. ഈശ്വരോ, ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം ഒരായുധമെടുത്ത് പോരാടുവാൻ, ആയുധമെടുത്ത് യുദ്ധത്തിനിറങ്ങുവാൻ, നാം പഠിച്ച കായിക കളരി അഭ്യാസങ്ങൾ കൊണ്ടൊന്നും മറ്റുള്ളവരോട് പോരാടുവാൻ ദൈവം നമുക്ക് അവകാശം, അനുവാദം തന്നിട്ടില്ല. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദൈവത്തിന്റെ വചനമാണ്. അപ്പം വചനം ചൊല്ലി, വചനം പറഞ്ഞ് ശത്രുവിന്റെ തലയെ തകർക്കണം. വചനത്തെ പിശാചിന് പേടിയാണ്. ശത്രു എത്ര വലിയ പ്രബലനായിരുന്നാലും, സാത്താൻ എത്ര വലിയ പ്രബലനായിരുന്നാലും, ദൈവവചനം നിങ്ങളുടെ അതരങ്ങളുടെ പുറത്തു വരുമ്പോൾ നിങ്ങളുടെ അതരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വചനത്തെ പിശാചിന് പേടിയാണ്. പ്രൈസലോ, അത് നമ്മൾ ലോകത്തിൽ അന്നും ഇന്നും എല്ലാം കണ്ടുകൊണ്ടിരിക്കുക. പൗലോസിന്റെ കാലഘട്ടം തൊട്ടേ, ഇനി എന്തിനേറെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാലഘട്ടം തൊട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. പിശാചിന് ഈ ലോകത്തിൽ പേടിയുള്ളതും വചനത്തെയാണ്. അല്ലേറിയ ഇവിടെ ഞാനും നിങ്ങൾ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ, റോമാലേഖന 8-ാം അധ്യായം, അല്ലേറിയ അതിന്റെ 31 തൊട്ട് 34 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ നീതിയും, അല്ലേറിയ നീതീകരിക്കപ്പെട്ടവന്റെ ഭദ്രതയും ദൈവം വചനത്തിലൂടെ ഉറപ്പിച്ചു തരിക. അല്ലേറിയ അത് എന്നെ കേൾക്കുന്നവരുടെ സ്നേഹിത, ദൈവത്തിന്റെ നീതിയും നീതീകരിക്കപ്പെട്ടവന്റെ ഭദ്രതയും നമ്മുടെ തമ്പുരാന്റെ കരങ്ങളിലാണ്. പ്രൈസോ, അല്ലേറിയ അപ്പോൾ ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിച്ച പൗലോസ് അവരുടെ പുത്രത്വം, ക്രിസ്തുവിനോട് കൂടെയുള്ള കഷ്ടസഹിക്കൽ എന്നിവയെ പരാമർശിച്ച അനന്തരം അവരുടെ ഭദ്രതയെക്കുറിച്ച് വ്യക്തമാക്കിക്കൊണ്ട് ആണ് ഈ പുസ്തകം, ഈ അധ്യായം അവസാനിപ്പിക്കുന്നത്. റോമാലേഖനം 8-ാം അധ്യായമായി ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ശിക്ഷാവിധി ഇല്ല എന്നൊക്കെ പറഞ്ഞു തുടങ്ങി വന്നിട്ട്, അല്ലെങ്കിൽ ദൈവമക്കളുടെ ഭദ്രതയെക്കുറിച്ച് വല്ലേരിയ പറയുക. അപ്പൊ ഇനിയും വിശ്വാസിയെ ശിക്ഷിക്കാൻ കഴിയാതെ വണ്ണം ന്യായാധിപതിയായ ദൈവം താൻ തന്നെ ജാമ്യക്കാരനായും പ്രതിപുരുഷനായും നൽകി ക്ഷമിച്ചിരിക്കുന്നതായുള്ള കുറ്റവിമോചന പ്രഖ്യാപനമായി പുസ്തകത്തിൽ. എന്ന് പറഞ്ഞാൽ ഇനിയും വിശ്വാസികളെ ശിക്ഷിക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ ദൈവം തന്നെ നമുക്ക് ജാമ്യക്കാരനായും ലേരിയ സ്തോത്രം പ്രതിപുരുഷനായിട്ടും നമുക്ക് വേണ്ടി വെളിപ്പെടുകയാണ്. പ്രൈസലോ, ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ ഞാൻ പറയട്ടെ, ഇനി ലോകത്തിന് നിന്നെ ശിക്ഷിക്കാൻ കഴിയാത്ത വിധത്തിൽ, ശത്രുവിന് നിന്നെ തകർക്കുവാൻ കഴിയാത്ത വിധത്തിൽ, പിശാചിന്റെ തന്ത്രങ്ങളിൽ നിന്നെ വശീകരിച്ച് നിന്നെ ഉന്മൂലനാശം ചെയ്യാത്ത വിധത്തിൽ യേശു കർത്താവ് നിനക്കൊരു നല്ല ജാമ്യക്കാരനായി, നല്ലൊരു മധ്യസ്ഥനായി, ഇടനിലക്കാരനായി, അല്ലേറിയ നിനക്ക് വേണ്ടി നല്ലൊരു പ്രതിപുരുഷനായി യേശു നിനക്കുണ്ട്. ലോകം നിന്നെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ യേശു നിനക്ക് അനുകൂലമാണ്. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, കുടുംബത്തിനകത്തും സമൂഹത്തിലും ജീവിതത്തിലും ജോലിയിലും നീ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളെല്ലാം നിനക്ക് പ്രതികൂലമായ സാഹചര്യമാണെങ്കിൽ, അല്ലേറിയ ദൈവം നിങ്ങൾക്ക് അനുകൂലമാകട്ടോ. പ്രൈസലോ, നിങ്ങൾ ഏതെല്ലാം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നോ, ഏതെല്ലാം വെല്ലുവിളികളെ നിങ്ങൾ നേരിടുന്നോ, ആ വെല്ലുവിളികളുടെ എല്ലാം നടുവിൽ നിങ്ങൾ മനസ്സുകൊണ്ട് പതറിപ്പോകാതെ, ക്ഷീണിച്ചു പോകാതെ ആ വെല്ലുവിളികളെ നിങ്ങൾ ദൈവോദരത്തിലൂടെ നേരിടണം, പൗലോസ് ചെയ്തതുപോലെ. അല്ലേറിയ ഈ വചനം നിങ്ങളുടെ എല്ലാ ജീവിതത്തിൽ നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കണം. ഏത് വചനമാണ്? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാരെന്നുള്ളത്. അത് പാപിയായ മനുഷ്യന്റെ ജീവിതത്തിൽ ആത്മരക്ഷ നൽകി, പ്രത്യാശ നൽകി, നിത്യജീവനെ നൽകി, സ്വർഗീയ അവകാശം നൽകി, ദൈവരാജ്യത്തിന്റെ മക്കളാക്കി കർത്താവ് നമ്മെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ ആ തെരഞ്ഞെടുപ്പിനെതിരെ, നമ്മുടെ തെരഞ്ഞെടുപ്പിനെതിരെ, നമ്മുടെ മേലുള്ള ദൈവവിളിക്കെതിരെ പിശാച് എഴുന്നേക്കും. അല്ലേറിയ നിന്നെ ഏതെങ്കിലും വിധത്തിൽ തന്ത്രത്തിൽ ചാടിച്ച് കുടുക്കി നിന്നെ പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോകാൻ അവരെല്ലാം സൂത്രപ്പണി ഒരുക്കും. അല്ലേറിയ അവിടെയാണ് നമ്മൾ തിരിച്ചറിവുണ്ടാകേണ്ടത്. രക്തം ചെയ്യും. പ്രൈസലോ, അപ്പം ഏതുവിധ സാഹചര്യങ്ങളിൽ അവൻ നേരിടുവാൻ കഴിയുന്ന ഒരു കൂട്ടം ജനമുണ്ടെങ്കിൽ അത് ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്. അല്ലേറിയ ഈ ലോകം മനുഷ്യരെ ചിന്തിച്ച് ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളെ കുറിച്ച്, അധികാരികളെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ അവർക്ക് നേരെ ഉണ്ടാകുന്ന വെല്ലുവിളികളെ, ഇപ്പം നമുക്ക് നേരെ നമ്മുടെ ചുറ്റിലുള്ളവർക്ക് നേരെ ഉണ്ടാകുന്ന വെല്ലുവിളികൾ, നമ്മുടെ രാജ്യത്തിന് നേരെ ഉണ്ടാകുന്ന വെല്ലുവിളികൾ, രാഷ്ട്രങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന വെല്ലുവിളികളെ അവർക്ക് നേരിടണമെങ്കിൽ അവർ യുദ്ധസന്നാഹങ്ങളെല്ലാം ഒരുക്കി
ആമേൻ. അതിനുള്ള എല്ലാ കരുക്കളും തന്ത്രങ്ങളും മെനഞ്ഞാണ് അവരുടെ ശത്രുക്കളെ അവർ എതിർക്കുന്നു പറയുന്നത്. എന്നാൽ ദൈവം വിളി കേട്ട് ഇറങ്ങി പുറപ്പെട്ട ദൈവജനത്തിന് ഒരിക്കലും യുദ്ധസന്നാഹത്തോടുകൂടി ആയുധങ്ങളോട് കൂടിയുള്ള ഒരു വെല്ലുവിളിയില്ല. അവർ ദൈവവചനവുമായി ദൈവത്തിന് മുഴങ്ങാനും അടങ്ങും. പ്രൈസറോ. അപ്പം വചനം വായിച്ച് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് അവർ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ ഹല്ലേലൂയ, ശത്രു എത്ര വലിയ ശക്തിയുള്ളവനായിരുന്നാലും, എത്ര വലിയ സന്നാഹത്തോടെ പിശാചു അവന്റെ തന്ത്രശാലി അവന്റെ അനുയായികളുടെ വന്നാലും അല്ലെങ്കിൽ ഒരു ദൈവഭക്തന്റെ ജീവിതത്തെ തൊടാത്ത വിധത്തിൽ ദൈവം നമ്മെ കാത്തു വരുമായിരിക്കും. പ്രൈസറോ. അത് ഇന്ന് പകൽ നിങ്ങൾ വളരെ വേദനാജനകമായ അനുഭവത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ, ഒരുപാട് വെല്ലുവിളികൾ നിനക്ക് ചുറ്റിലും ഉണ്ടെങ്കിൽ, നീ ഭയപ്പെട്ടു പോകണ്ട സഹോദര സഹോദരി. ദൈവസന്നിധി ഉറപ്പോടെ നിന്നാൽ മതി. പ്രൈസറോ. ജീവിത വിശുദ്ധിയോടെ കർത്താവിന്റെ സന്നിധി ഉറപ്പോടെ നിന്ന് വചനം വായിച്ചു, വചനത്തിൽ നിനക്ക് വേണ്ടി നിന്നോട് പറയുന്ന, നിനക്കായി എഴുതി വെച്ചിരിക്കുന്ന ദൈവിക വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങളും പിശാചിനോട് ചോദിക്കണം, ദൈവം ഹല്ലേലൂയ ആമേൻ നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാരെന്ന്. അതൊക്കെ ചോദിക്കുന്നത് സാത്താന് ഭയങ്കര പേടിയാ കേട്ടോ. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ഹല്ലേലൂയ, വീണ്ടെടുക്കപ്പെട്ടവരുടെ, തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ വക്കീൽ ഹല്ലേലൂയ നമ്മുടെ കർത്താവ് തന്നെയാണ്. ഹല്ലേലൂയ. നമ്മുടെ കാര്യസ്ഥൻ യേശുവാ. ഹല്ലേലൂയ. അതിനു വേണ്ടിയിട്ടാണ് ദൈവം നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിനെ പകരുന്നത്. സ്തോത്രം. കർത്താവിനെ അറിയാം. നാം ജീവിത സാഹചര്യത്തിൽ തളർന്നു പോകുന്ന സാഹചര്യങ്ങൾ നമുക്ക് കടന്നു വരും. തളരുന്ന സാഹചര്യങ്ങളും തകരുന്ന ചിന്തകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വന്ന് നാം ബലഹീനനായി മാറുമെന്നുള്ളത് നമ്മുടെ തമ്പുരാന് നമ്മളെക്കുറിച്ച് മുന്നമേൽ അറിയാം. പ്രൈസറോ. അതുകൊണ്ട് തന്നെ നിന്റെ വീഴ്ചയിലും നിനക്കെതിരെ കടന്നു വരുന്ന വെല്ലുവിളികളെ മുമ്പിലും നീ തളർന്ന് തകർന്ന് ബലഹീനനായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ നിന്റെ ഉള്ളിൽ പകർന്നിരിക്കുന്നത്. രക്തം ചെയ്യും. ഹല്ലേലൂയ. അപ്പം പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തോടെ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട് നീ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ശത്രു എത്ര ശക്തിയുള്ളവനായിരുന്നാലും നിനക്ക് അവന്റെ മുമ്പിൽ എതിർത്ത് നിൽക്കാൻ കഴിയും. ശത്രുവിനെ വെല്ലുവിളിയോടെ നേരിടാൻ കഴിയും. പ്രൈസറോ. ഇവിടെ ദൈവത്തിന്റെ വചനം അതൊക്കെയാണ് കാണുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ നിയന്ത്രിക്കുന്നത് പരിശുദ്ധാത്മാവായതുകൊണ്ടും ഹല്ലേലൂയ, താനിപ്പോൾ അവരുടെ പ്രതിനിധിയാകിയാലും ഇനി ശിക്ഷാവിധി ഇല്ല എന്ന് ദൈവാത്മാവ് നമ്മെ ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. നീതീകരിക്കപ്പെട്ടവർ അങ്ങനെ ഏറ്റവും സുരക്ഷിതരും ഭദ്രതയുടെയും സ്ഥാനത്ത് ദൈവരെ പൊതിഞ്ഞു നിർത്തിയിരിക്കുകയാണ്. രക്തം ചെയ്യും. പ്രൈസർ. നമ്മളീ പലപ്പോഴും ദൈവത്തിന്റെ വചനം വേണ്ടതുപോലെ വായിച്ചങ്ങോട്ട് നമുക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ടാണ് നമ്മൾ ഈ പോരാട്ടമാണ് എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നത്. എന്നാൽ എന്നെ കേൾക്കുന്ന നമ്മുടെ സ്നേഹിതൻ, ഞാൻ പറയട്ടെ, നീ നീതീകരിക്കപ്പെട്ടവനാണെങ്കിൽ, നീതീകരണം നീ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവായ യേശുക്രിസ്തുവിന്റെ ആമേൻ സന്നിധി നീ ഉറപ്പോടെ വിശ്വസ്തയോടെ നിൽക്കുന്നവളാണെങ്കിൽ നിന്റെ ഭദ്രത കർത്താവിന്റെ കരങ്ങളിലാണ്, സുരക്ഷിതത്വം. റോമാലേഖനം 5-1 വാക്യം വായിച്ച് നമുക്ക് കാണാം, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് ഹല്ലേലൂയ നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ടെന്നാണ്. സ്തോത്രം. അപ്പൊ നിങ്ങൾ വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ദൈവമായിട്ടൊരു സമാധാനം ഉണ്ടാവും, ദൈവത്തോടുള്ള സമാധാനം. പിന്നെ ദൈവത്തിന് പകരം നാം നിൽക്കുന്ന കൃപയിലേക്ക് നമുക്ക് അവൻ മുഖാന്തരം പ്രവേശനം ലഭിച്ചിരിക്കുന്ന. ഈ ലോകത്തിലുള്ള മനുഷ്യരല്ല, ലോകത്തിലുള്ള കക്ഷി നേതാക്കളല്ല, ലോകത്തിലുള്ള മതങ്ങളല്ല ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്, ദൈവമാണ് നമ്മെ തിരഞ്ഞെടുത്തത്. പ്രൈസോ. ലോകത്തിലുള്ള കക്ഷി നേതാക്കന്മാരും മതങ്ങളും ഒന്നും നമ്മെ തിരഞ്ഞെടുത്താൽ ഈ സുരക്ഷിതത്വം നമുക്ക് കിട്ടത്തില്ല. ഹല്ലേലൂയ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ലോകത്തിൽ എത്രയോ രാഷ്ട്രീയ പാർട്ടികൾ, എത്രയോ മതങ്ങളാണ്. അവർ തമ്മിൽ കലഹിക്കുന്നു, പ്രശ്നമുണ്ടാക്കുന്നു, പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നു, ആയുധമെടുക്കുന്നു, പോരാടുന്നു, രക്തച്ചൊരിച്ച് നടക്കുന്നു. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കോ ഏതെങ്കിലും മത നേതാക്കന്മാർക്കോ തങ്ങളുടെ അനുയായികൾക്ക് സുരക്ഷിതത്വവും സംരക്ഷണം കൊടുക്കാൻ കഴിയുന്നുണ്ടോ? ഒരിക്കലും കഴിയത്തില്ല. എന്നാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ, നീതീകരിക്കപ്പെട്ടവന്റെ സംരക്ഷണവും സുരക്ഷിതത്വവും ദൈവത്തിന്റെ കരങ്ങളിലാണ്. പ്രൈസോ. നമ്മൾ ആ ഉറപ്പോടെ മുന്നോട്ട് യാത്ര ചെയ്യുക എന്നുള്ളതാണ്. വചനത്തെയാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത്. ഇവിടെ വചനം പറയുന്നത്, സ്തോത്രം ഹല്ലേലൂയ,
ആമേ സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. നമ്മെ ആക്കി വെച്ച സ്ഥാനത്ത് വിശ്വസ്തയോടെ നിൽക്കണം. പ്രൈസ് ലോർഡ്. ഞാൻ ഈ ദൈവവചനം പറയുമ്പോൾ ചിലരൊക്കെ ചോദിക്കും, എന്നിട്ടും ദൈവമക്കളുടെ സുരക്ഷിതത്വം ഭദ്രതയൊന്നും കാണുന്നില്ലോ, അവർക്ക് അനർത്ഥങ്ങൾ അപകടങ്ങൾ സംഭവിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ കാണാറുമുണ്ട് നമ്മൾ. പക്ഷേ അതെന്തുകൊണ്ട് സംഭവിക്കുന്നു? ഹല്ലേലൂയ. അപ്പൊ നാം ദൈവവചനത്തിൽ നിന്ന് മാറുമ്പോൾ, ദൈവത്തെ പിന്തിരിയുമ്പോൾ, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിൽ നിന്നും ദൈവത്തിന്റെ നീതീകരണത്തിൽ നിന്നും പുറത്തു പോകുമ്പോൾ, എങ്ങനെ പുറത്തു പോകുമ്പോഴാ? വീണ്ടും നമ്മുടെ ഉള്ളിൽ പാപം പ്രവേശിക്കുമ്പോൾ, അശുദ്ധമായ ചിന്തകളിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ, ദൈവഹിതമല്ലാത്ത മാർഗത്തിലൂടെ നാം യാത്ര ചെയ്യുമ്പോൾ, നമ്മുടെ മേലുള്ള സുരക്ഷിതത്വവും നീതീകരണവും പിശാച് തട്ടിത്തെറിപ്പിക്കാൻ തുടങ്ങും. അപ്പൊ നമുക്ക് ഉപദ്രവവും പീഡകളും വർദ്ധിക്കാൻ തുടങ്ങും. പ്രൈസ് ലോർഡ്. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന വിശുദ്ധിയുടെ മാനദണ്ഡങ്ങളെ നിങ്ങൾ ഒരിക്കലും തകർത്ത് കളയാതെ വിശ്വാസത്തിന്റെ തീക്ഷ്ണതയിൽ ഉറച്ചു നിന്നുകൊണ്ട് രക്തം ചെയ്യും. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തു നിങ്ങൾക്ക് തന്നിരിക്കുന്ന നീതീകരണവും സുരക്ഷിതത്വവും നിങ്ങളുടെ ഭദ്രതയും ഉറപ്പും നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ശത്രുവിനെതിരെ പോരാടി നിൽക്കണം. ഹല്ലേലൂയ. നമ്മുടെ പോരാട്ടം എന്നൊക്കെ പറഞ്ഞ പ്രാർത്ഥനയിലൂടെയാ. ഹല്ലേലൂയ. നമ്മൾ ശത്രുവിനോട് യുദ്ധം ചെയ്യുന്നു എന്ന് പറഞ്ഞ പ്രാർത്ഥനയോടെയാ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന നിന്നെ പിശാചിന് പേടിയാ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന നിന്നെ, വചനം വായിക്കുന്ന നിന്നെ, ഉപവസിക്കുന്ന നിന്നെ ശത്രുവിന് പേടിയാണെന്ന്. ഹല്ലേലൂയ. ദൈവസന്നിധി നീ ഉപവസിക്കുവാൻ തുടങ്ങുമ്പോൾ, ഉപവസിക്കാൻ തീരുമാനമെടുക്കുമ്പോൾ, ഉപവസിക്കാൻ നീ മുഴങ്കാലം മടക്കുന്നത് കാണുന്നത് പിശാചിന് പേടിയാ. ഹല്ലേലൂയ, സ്തോത്രം. നീ ദൈവവചനം വായിക്കുന്നതും പ്രാർത്ഥിക്കുന്നത് സാത്താന് പേടിയാ. ഹല്ലേലൂയ. കാരണം പിശാചിനറിയാം ഇവൾ ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതയാണ്, ഭദ്രതയാണ്. അതുകൊണ്ട് അവളെ തൊടുവാൻ കഴിയില്ലെന്നുള്ളത്, അല്ലെ അവനെ തൊടാൻ കഴിയില്ലെന്ന് സാത്താൻ അറിയാം. അത് പൗലോസ് മനസ്സിലാക്കിക്കൊണ്ടാണ് പറയുന്നത്, ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാണ്. പ്രൈസ് ലോർഡ്. അത് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ദൈവം നമുക്ക് എപ്പോഴും അനുകൂലമാണ്. ഹല്ലേലൂയ. ദൈവം നമുക്ക് അനുകൂലമാണ്. ഹല്ലേലൂയ. പിന്നെ നമ്മൾ പ്രതികൂലങ്ങളെ കണ്ട് ഭയപ്പെടരുത്. ഹല്ലേലൂയ. അപ്പൊ കഷ്ടതയുടെയും സങ്കടത്തെയും, കഷ്ടതയെയും സങ്കടത്തെയും ഉപദ്രവങ്ങളെയും, അല്ലെങ്കിൽ പട്ടിണിയെയും നഗ്നതയും ആപത്തിനെയും നോക്കി വെല്ലുവിളിച്ചുകൊണ്ട്, ഹല്ലേലൂയ, പൗലോസ് പറയുക, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നതാണ്. ഹല്ലേലൂയ. അപ്പൊ പൗലോസിന്റെ ആത്മീയ ജീവിതത്തിൽ, ശുശ്രൂഷയിൽ തനിക്ക് ഒരുപാട് പ്രതിസന്ധികൾ കടന്നു വന്നു. ആ പ്രതിസന്ധികളിൽ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കുവാൻ കഴിയാത്ത ഒരു വലിയ സ്നേഹം പൗലോസ് നിറയുക. ആ പൗലോസാ ചോദിക്കുന്നത്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മെ വേർപിരിക്കുന്നതാ കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? ഇതാണ് ഭക്തന്റെ ഉറപ്പ്, വെല്ലുവിളി. ഹല്ലേലൂയ. അപ്പൊ ഏത് പ്രതിസന്ധി കടന്നു വന്നാലും, ഏത് പ്രശ്നങ്ങൾ കടന്നു വന്നാലും അതിനെ അതിജീവിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. അപ്പൊ ദൈവസ്നേഹത്തിൽ നമ്മെ വേർതിരിക്കുന്നത് എന്നുള്ളതാണ്. ഹല്ലേലൂയ. നമ്മൾ കൊരിന്ത്യർ ലേഖനമൊക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. പൗലോസിന്റെ ജീവിതത്തിൽ മരണകരമായ അനുഭവങ്ങളൊക്കെ കടന്നു വന്ന സമയങ്ങളുണ്ട്. അവിടെയൊക്കെ പൗലോസ് അതിശക്തിയോടെ അതിനെ തരണം ചെയ്ത സമയങ്ങളുണ്ട്. രക്തം ചെയ്യണം. ഹല്ലേലൂയ. അപ്പം ദൈവസ്നേഹത്തിൽ നമ്മെ വേർപിരിക്കുന്നത് റോമലേഖനം 8-ാം അധ്യായം 35 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് താഴോട്ട് വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അവിടെ ഇങ്ങനെ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, എന്നെ വിടുവിക്കുമെന്ന്. ഹല്ലേലൂയ. റോമാലേഖനം, സ്തോത്രം, 7-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ വിടുവിക്കും. ഹല്ലേലൂയ. ഇവിടെ പൗലോസ്, അയ്യോ ഞാൻ അരിഷ്ടം, ഒരു നിലവിളിയാ. നമ്മുടെ മരണത്തിന് അധീനമായ ശരീരമായി, എന്നെ അതിൽ നിന്ന് വിടുവിക്കുമെന്ന് ഒരു വലിയ ചോദ്യച്ചിഹ്ന, ദയനീയമായ ഒരു ചോദ്യം ചോദിച്ചിട്ട് റോമാലേഖനത്തിലേക്ക് വരുമ്പോൾ, 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുന്ന കാര്യമാണ്. ഹല്ലേലൂയ. സ്തോത്രം. നിന്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു, അറുപ്പാൾ ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ച മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പറയാണ്,
ഈ മരണത്തിന് അധീനമായ ശരീരം എന്നൊക്കെ പറഞ്ഞ ദയനീയമായ പറച്ചിൽ പറഞ്ഞിട്ട് പൗലോസ് ഇവിടെ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്നും നമ്മെ വേർതിരിക്കാൻ കഴിയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഭക്തൻ പറയുന്നു, ജീവിതത്തിന്റെ ഏത് മേഖലയിലും, ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാ പ്രതികൂലങ്ങളുടെ നടുവിലും, എല്ലാ വെല്ലുവിളികളുടെ നടുവിൽ നിന്നും അങ്ങനെ എന്തെല്ലാം സഹിക്കേണ്ടി വന്നാലും ദൈവസ്നേഹത്തിന് തന്നെ വേർതിരിക്കാൻ കഴിയില്ലെന്ന്. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിനെ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്ന ഹല്ലേലൂയ, പൗലോസ് ഇവിടെ ദൈവസ്നേഹത്തിൽ നിന്നും ആർ വേർതിരിക്കും എന്ന് വെല്ലുവിളിക്കുക. മരണത്തിന്റെ വേദനയിൽ മരണത്തിന്റെ വേദനയിൽ ബന്ധനസ്ഥനാക്കപ്പെട്ടപ്പോൾ, മരണത്തെ പല പ്രാവശ്യം മുഖാമുഖം കണ്ടവൻ, മരണത്തെ അഭിമുഖീകരിച്ചവൻ, ഹല്ലേലൂയ, മരണത്തിനായി ബന്ധനസ്ഥനായവൻ, ഹല്ലേലൂയ. ആ പൗലോസാണ് പറയുന്നത്, സ്തോത്രം, ഹല്ലേലൂയ, ആരെന്നെ വിടുവിക്കും, ഹല്ലേലൂയ. എന്നാൽ ഇപ്പോൾ പൗലോസ് ഒരു വിമോചകനെ കണ്ടെത്തി. അങ്ങനെ മരണാവസ്ഥയിൽ ആ ബന്ധനസ്ഥനായി പൗലോസ് കടന്നു പോകുമ്പോൾ പൗലോസ് ആത്മാവിൽ തന്നെ അതിൽ നിന്ന് വിടുവിക്കുന്ന ഒരു വിമോചകനെ, അല്ലേ, ഒരു രക്ഷകനെ പൗലോസ് കാണുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, 35 മുതൽ താഴോട്ട് വാക്യങ്ങൾ വായിക്കും കാണുന്നുണ്ട്, ഏകദേശം ഹല്ലേലൂയ 17 വിധ ഹല്ലേലൂയ ശത്രുക്കളുടെ മുമ്പിൽ പൗലോസ് ദൈവസ്നേഹത്തിൽ നിന്നും വേർതിരിക്കാൻ കഴിയാത്ത വിധത്തിൽ ചേർന്ന് നിൽക്കുകയാണ്. അപ്പൊ മരങ്ങനെ 8:31 തൊട്ട് വായിച്ചു കഴിഞ്ഞാൽ വലിയ ശത്രുവിന്റെ ഗണങ്ങൾ പൗലോസിനെതിരെയുണ്ട്. ശത്രുവിന്റെ വലിയ കൂട്ടമാണ്. അത് ആത്മീയമായും ഭൗതികമായും ശാരീരികമായും ആത്മീയമായും എല്ലാം പൗലോസിന്റെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയൊന്നും തളർന്നു പോകാതെ നിന്നവരാ പൗലോസ്. ഞാൻ ഈ വചനം ഇങ്ങനെ നിങ്ങളോട് പറയും, എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിങ്ങൾ ജീവിതത്തിൽ നേരിടുന്ന ഏത് പ്രതിസന്ധികളുടെ നടുവിൽ നിങ്ങൾ തളർന്നു പോകരുത്. അല്ലേ, നിങ്ങളുടെ ജീവിതത്തിൽ തളർച്ച വരും, തകർച്ച വരും, നിങ്ങൾ ബലഹീനനാകും എന്ന് നിങ്ങൾക്കുള്ളിലൊരു തോന്നലുണ്ടാകുമ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകം എടുത്ത് നിങ്ങൾ ദൈവസ്നേഹം മുഴങ്ങാനും മടക്കി ഇരുന്നിട്ട് റോമാലേഖനം തുറന്നു വെച്ച് വായിക്കണം. ഹല്ലേലൂയ. ഉള്ളത് പറഞ്ഞാൽ റോമാലേഖനം തുറന്നു വെച്ച് നിങ്ങൾ 8-ാം അധ്യായം വായിക്കണം. ഇനി അവസാന 8:31 തൊട്ട് 39 വരെയുള്ള ഭാഗങ്ങൾ നിങ്ങൾ ഇരുന്ന് ധ്യാനിക്കണം. അപ്പൊ ശത്രുവിനെതിരെ വലിയൊരു വെല്ലുവിളിയോടെ നീ ആത്മാവിൽ നിറയപ്പെടും. ഹല്ലേലൂയ. ആത്മശക്തി നിന്റെ മേൽ വന്നു കഴിയുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ മേൽ വന്നു കഴിയുമ്പോൾ, ഒരു നല്ല വിമോചകനായ കർത്താവിന്റെ, നല്ലൊരു രക്ഷകനായ കർത്താവിന്റെ സാന്നിധ്യം നീ ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ, എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ശ്രോതാവേ, നിനക്ക് നേരെ കടന്നു വരുന്ന സകല ദുഷ്ടന്റെ പോരിൽ നിന്ന് നീ ജയിക്കുക ചെയ്യുന്നത്. രക്തം ചെയ്യും. അല്ലേരി. അപ്പൊ ശത്രുവിനെ ജയിക്കുവാൻ, അവന്റെ വെല്ലുവിളിയെ ജയിക്കുവാൻ നമ്മൾ മാരകായുധങ്ങൾ എടുത്തിറങ്ങണ്ട. നമ്മുടെ വാക്കുകൾ കൊണ്ട് അസഭ്യമായതൊന്നും നമ്മൾ പറയണ്ട. ദൈവവചനം നീ ഉരുവിട്ടാൽ മതി. രക്തം ചെയ്യും. പ്രൈസറോ. നമുക്കറിയാം, പലരും ജീവിതത്തിൽ തളർന്നുപോയി, ക്ഷീണിച്ചുപോയി, മടുത്തുപോയി, നിരാശിതരായി മാറി, ദുഃഖിതരായി മാറി. എന്താണ്? വെല്ലുവിളികളെ തരണം ചെയ്യുവാൻ അറിയാതെ പോയത് കൊണ്ട്, വെല്ലുവിളികളെ എങ്ങനെ നേരിടണമെന്നറിയാതെ പലരും തകർന്നു പോയി. സ്തോത്രം. എന്നാൽ ഒരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം, ഹല്ലേലൂയ, ഒരു ദൈവ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഹല്ലേലൂയ, കർത്താവാൻ യേശു ക്രിസ്തുവിനെ നീതീകരിക്കപ്പെട്ടവനെ സംബന്ധിച്ചിടത്തോളം, തിരഞ്ഞെടുക്കപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം അവനൊരിക്കലും തകർന്നു പോകത്തില്ല. കാരണം അവനറിയാം അവന്റെ സുരക്ഷിതത്വവും ഭദ്രതയും യേശുവിന്റെ കരങ്ങളിലാണ്. അത് തന്നെയാണ് പൗലോസ് എത്രവിധ കഷ്ടതയിലൂടെ കടന്നുപോയി. എന്നെ കേൾക്കുന്നവരെ സ്നേഹിത, പൗലോസ് കടന്നുപോയ കഷ്ടതയിലൂടെ ഞാനും നിങ്ങളും കടന്നു പോയില്ലെങ്കിലും അതിന് സമാനമായ മറ്റു പല പ്രശ്നങ്ങളും നമ്മൾ ഒരുപക്ഷെ നമ്മൾ കടന്നു പോകേണ്ടി വന്നേക്കാം. പ്രൈസറോ. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്നെ ബലപ്പെടുത്തുവാൻ യേശുവുണ്ട്. പ്രൈസറോ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നിങ്ങളെ തകർക്കുന്ന കഷ്ടതയാകാം, സങ്കടമാകാം, ഉപദ്രവമാകാം, പട്ടിണിയാകാം, നഗ്നതയാകാം, ആപത്താകാം, വാളാകാം. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കും ഉണ്ടാകാം. അങ്ങനെ പ്രശ്നങ്ങളുള്ളവരുണ്ട് നമ്മുടെ ഇടയിൽ. ഹല്ലേലൂയ. അവിടെയൊക്കെ നീ ജയിക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ കുടുംബങ്ങളെ തകർക്കുന്ന
ഈ മദ്യവും മയക്കുമരുന്നും പാൻവശാലകളും ലഹരി പദാർത്ഥങ്ങളും ചൂതാട്ടങ്ങളും വെറുക്കൂത്തുകളും അശുദ്ധമായ നടപ്പുകളും അശ്ലീലമായ ചിന്തകളും ചിന്താഗതികളും അശ്ലീലമായ ചിത്രങ്ങളും മനുഷ്യ മനസ്സിനെ പാപത്തിലേക്ക് കൊണ്ടുപോകുന്ന സാത്താന്യ ശക്തികളെ നീ ജയിക്കണം. പ്രൈസലോ. നീ ജയിച്ച് ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് വരണം. പ്രൈസലോ. ഈ ലോകസുഖങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ തകർത്ത് കളയരുത്. ഈ ലോകസുഖങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ നിങ്ങൾ തകർത്ത് കളയരുത്. ഈ ലോകസുഖങ്ങളെല്ലാം ഇവിടെ തീരുന്നതാ, ഇവിടെ കൊണ്ട് അവസാനിക്കുന്നതാ. എന്നാൽ ദൈവസ്നേഹം നിത്യതയോളം തുടർന്നുകൊണ്ടിരിക്കുന്നതാ. രക്തം ചെയ്യും. പ്രൈസലോ. യഥാർത്ഥമായി നീ വിശുദ്ധ ജീവിതം നയിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഒരു ശത്രുവിന് നിന്നെ തൊടുവാൻ കഴിയില്ല. നിന്നെ നിന്റെ കുടുംബത്തെ തൊടാൻ കഴിയത്തില്ല. നിന്റെ മക്കളെ തൊടാൻ കഴിയത്തില്ല. നിന്റെ നന്മയ്ക്കെതിരെ വ്യാപരിക്കുന്ന, നിന്റെ കഴിഞ്ഞകാല ജീവിതത്തിലെ നിന്റെ അധ്വാനത്തിനെതിരെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന പൈശാചിക ശക്തികളെ നീ പ്രാർത്ഥനയാൽ തകർക്കണം. പ്രൈസലോ. നിങ്ങൾ പ്രാർത്ഥനയുടെ അനുഭവത്തിലേക്ക് വരണം. വിശുദ്ധ ജീവിതത്തിന്റെ അനുഭവത്തിലേക്ക് വന്ന് പൗലോസിനെ പോലെ ഉറച്ചു നിന്ന് നിങ്ങൾ ശത്രുവിന്റെ വെല്ലുവിളികളെ നിങ്ങൾ തകർക്കണം. ഹല്ലേലൂയ. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാര്. സ്തോത്രം. ഞാൻ വീണ്ടും ആവർത്തിച്ച ഭാഗം എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാക്കളോട് പറയട്ടെ, ദൈവം നിനക്ക് അനുകൂലമാണ്. നിങ്ങൾക്ക് അങ്ങനെ വിശ്വസിക്കാൻ കഴിയുമോ? നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്കെല്ലാം ദൈവം നിനക്ക് അനുകൂലമാണ്. എന്നിട്ട് കർത്താവ് സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നൽകാതിരിക്കുമോ? അതെ, പിതാവായ ദൈവം തന്റെ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ച് മാനവകുലത്തിന്റെ പാപത്തിന് വേണ്ടി ക്രൂശിൽ കർത്താവ് ഏൽപ്പിച്ചു കൊടുത്തു. നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ടവൻ ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തിനെത്തി സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ സുരക്ഷിതത്വവും ഭദ്രതയും കർത്താവിന്റെ കരങ്ങളായതുകൊണ്ട് നമ്മുടെ സകല വിഷയത്തിനും അവൻ മറുപടി തരും. നമ്മുടെ സകല വിഷയത്തിനും കർത്താവ് മറുപടി തരും. സ്വതന്ത്രം. കാരണം ഈ ലോകത്തിൽ ശത്രുവിന്റെ സകല തന്ത്രങ്ങളെയും ജയിച്ച, പിശാചിന്റെ സകല പോരുകളെയും പോരാട്ടങ്ങളെയും പരീക്ഷകളെയും ജയിച്ച ഒരുവനുണ്ടെങ്കിൽ അത് യേശുക്രിസ്തു മാത്രമാണ്. അതുകൊണ്ട് കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ മക്കൾക്ക് സകല പരീക്ഷകളെ അതിജീവിക്കാൻ കഴിയും. രക്തം ചെയ്യാം. പ്രൈസലോ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നീ പരീക്ഷകളുടെ നടുവിലാണോ? പരിശോധനകളുടെ നടുവിലാണോ? പ്രതിസന്ധികളുടെ നടുവിലാണോ നിങ്ങൾ യാത്ര ചെയ്യുന്നത്? പരീക്ഷയോടുകൂടെ പോക്കുവഴിയും കൂടെ ഒരുക്കി തരുന്നവനാണ് നമ്മുടെ ദൈവം. വീഴാതെ വണ്ണം നിങ്ങളെ താങ്ങി നിർത്തുന്നവനാണ് ദൈവം. പ്രൈസലോ. തകരാതെ വണ്ണം നിന്നെ താങ്ങി നിർത്തുന്നവനാണ് ദൈവം. ബലഹീനതയിൽ ദൈവത്തിന്റെ കൃപ ദൈവം നിനക്ക് തരും. ഹല്ലേലൂയ. അങ്ങനെ എല്ലാ മേഖലയിലും നമുക്ക് ദൈവിക സംരക്ഷണമുണ്ട്. സ്തോത്രം. ഈ പ്രഭാതത്തിൽ നിങ്ങൾ ഈ ദൈവത്തിനെ കേൾക്കുമ്പോൾ, എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, നിങ്ങളുടെ കുടുംബത്തിനകത്ത് സമാധാനമില്ലെങ്കിൽ, കുടുംബ ജീവിതത്തിൽ സമാധാനമില്ലെങ്കിൽ, സ്വസ്ഥതയില്ലെങ്കിൽ, കണ്ണുനീരിന്റെ അനുഭവമാണെങ്കിൽ, നിരാശയുടെ അനുഭവം മാത്രമാണെങ്കിൽ, അത് കൊണ്ടുത്തരുന്ന പിശാചിനെ നീ തകർക്കണം. ആ അനുഭവത്തിലേക്ക് നിന്റെ കുടുംബത്തെ നയിക്കുന്ന ശത്രുവിന്റെ പോരിനെ നീ തകർക്കണം. എങ്ങനെ തകർക്കേണ്ടത്? നീ ദൈവത്തിന്റെ വചനത്തിലേക്ക് വരണം. വാഗ്ദത്തങ്ങളെ ഏറ്റെടുക്കണം. ദൂതുകൾ ഏറ്റെടുക്കണം. പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ ഇരിക്കണം. പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യും? നീ ജയിക്കാൻ തുടങ്ങും. പ്രൈസലോ. നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കുക. ഇവിടെ സ്തോത്രം, പിശാച് നമുക്കെതിരെ വെല്ലുവിളിക്കുമ്പോൾ ഹല്ലേലൂയ അതിനെ തകർക്കണം. അതുകൊണ്ടാണ് പൗലോസ് 1 കൊരിന്ത്യർ ലേഖനം 15:55 പറയുന്നത്, ഹേ മരണമേ, നിന്റെ ജയം എവിടെ? നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. കഴിഞ്ഞ ദിവസം നമ്മൾ വചനം ചിന്തിച്ചു. മരണത്തെയും പാപത്തെയും ശാപത്തെയും ഹല്ലേലൂയ ജീവിതത്തിൽ കടന്നു വരുന്ന സകല പ്രതികൂലങ്ങളെയും ഒരു വെല്ലുവിളിയോടെ ഏറ്റെടുത്തുകൊണ്ട് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നെ ആർ വേർപിരിക്കുമെന്ന് പൗലോസ് ചോദിക്കുക. ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടത്തിൽ ചെറിയ കാര്യങ്ങൾ മതി സഭയിൽ നിന്ന് ജനം വിട്ടുപോകാൻ, ദൈവസ്നേഹത്തിൽ നിന്ന് വിട്ടുപോകാൻ. നിസാര കാരണം മതി, സഭയ്ക്കകത്ത് ചെറിയ കാരണം മതി.
അവരുടെ നന്മയ്ക്ക് വേണ്ടി, അവരുടെ അനുഗ്രഹത്തിന് വേണ്ടി, അവരുടെ തെറ്റുകൾ തിരുത്താൻ വേണ്ടി നാം പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ പോലും അവരതിനെ തെറ്റായി കണ്ട്, തെറ്റായി ചിന്തിച്ച്, തെറ്റായി വ്യാഖ്യാനിച്ചിട്ട് അവര് ദൈവസഭയ്ക്കെതിരെ എഴുന്നേറ്റ് അവർ ദൈവസന്നിധി വിട്ടുപോകും. ദൈവസ്നേഹത്തിൽ നിന്നും അമ്മ മാറിപ്പോകുന്ന കാണാൻ കഴിയും. അല്ലേ? അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് ഈ ദൈവം ചിലരെയൊക്കെ തെരഞ്ഞെടുത്ത് വിശ്വസ്തയോടെ നിർത്തിയിരിക്കുന്നത് കേട്ടോ. രക്തം ചെയ്യും. അത് നിന്റെ ജീവിതത്തെ തകർക്കുക, നിന്റെ ആത്മീയ സുരക്ഷിതത്വത്തെ, നിന്റെ ആത്മീയ പക്വതയെ, നിന്റെ ആത്മീയ ജീവിതത്തെ, നിന്റെ ആത്മീയ അഭിവൃദ്ധിയെ, നിന്റെ ജീവിത വിശുദ്ധിയെ തകർക്കുവാൻ അല്ലേരി പിശാച് ഒരുക്കുന്ന പദ്ധതികളെയാണ് തിരിച്ചറിയേണ്ടത്. രക്തം ചെയ്യും. ആമീൻ. ദൈവം നിന്നെ തെരഞ്ഞെടുത്തത് അല്ലേരിയ ദൈവത്തിന് വേണ്ടി ജീവിക്കാനാണ്. പ്രൈസലോ. പിന്നെ നീ ലോകക്കാർക്ക് വേണ്ടി ജീവിക്കരുത്. അല്ലേരിയ. കർത്താവ് നിങ്ങളെ തെരഞ്ഞെടുത്തു എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ കർത്താവിന് വേണ്ടി മാത്രമേ നിൽക്കാവുള്ളൂ. സ്തോത്രം. അപ്പം പലരും ഇന്ന് വേഷഭൂഷാദികൾ മാത്രമേ ഉള്ളൂ, ഭക്തിയുടെ വേഷമേ ഉള്ളൂ. അല്ലേരിയ. ദൈവമായിട്ട് വല്ല ബന്ധമൊന്നുമില്ല. ദൈവസ്നേഹത്തിൽ നിന്ന് അവരിന്ന് വസിക്കുന്നില്ല. അവരെല്ലാം ദൈവസ്നേഹത്തിനും ദൈവിക ബന്ധത്തിനും കൂട്ടായ്മയ്ക്കും പുറത്താണ്. അവരെല്ലാം ഈ ഭൗതികമായ കാര്യങ്ങളെ ചിന്തിക്കുന്നത്. സ്തോത്രം. വിശ്വാസ ജീവിതത്തിലേക്ക് വന്നിട്ട് കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ചിട്ട് വീണ്ടും ലോകപ്രകാരമുള്ള സകല നന്മകളും പ്രാപിക്കുന്ന അനവധി ലോകപ്രകാരമുള്ള സകലത്തിനും വേണ്ടി ഓടി നടക്കുന്നതിന് നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രൈസ്. അങ്ങനെയുള്ള ആ ജീവിത സാഹചര്യങ്ങളെ നിങ്ങൾ ജയിക്കണം. രക്തം ചെയ്യണം. ഇവിടെ ദൈവത്തിന് പറഞ്ഞ തെരഞ്ഞെടുപ്പ് വന്നു കഴിയുമ്പോൾ രാഷ്ട്രീയ കക്ഷികള് പരസ്പരം വെല്ലുവിളിക്കുക. നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ ഇപ്പൊ നമ്മുടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇനി വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്. ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ വെല്ലുവിളിയാണ്. ഞാൻ ഭരണം ഏറ്റെടുത്താൽ ആകാശത്തെ വില്ലുപോലെ വളയ്ക്കാം, മണലിനെ ഞാൻ അല്ലിയ കരിയാക്കി മാറ്റാം, അല്ലിയ എന്നുള്ള വെല്ലുവിളിയോടെ വരും. ഞാൻ ഭക്തൻ എഴുതിയ പുസ്തകത്തിൽ വായിച്ചതാ കേട്ടോ. തെരഞ്ഞെടുപ്പുകാർ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് സമയങ്ങളിൽ രാഷ്ട്രീയക്കാർ തമ്മിൽ വെല്ലുവിളിക്കുമ്പോൾ അവർ പറയാണ്, അവർ ജനത്തിന് നൽകുന്ന വാർത്ത, ഞാൻ ആകാശത്തെ വില്ലുപോലെ വളയ്ക്കും, മണൽ ആമല്ലേ കടലിൽ കിടക്കുന്ന മണലെ ഞാൻ കരി പോലെ ആക്കി തരും എന്നൊക്കെയുള്ള വാക്തത്വങ്ങളും അങ്ങനെയൊക്കെയുള്ള ആലോചനകളുമായിട്ട് രാഷ്ട്രീയക്കാർ എഴുതേക്കും. അല്ലേലിയ. സ്തോത്രം. അല്ലേലിയ. അപ്പൊ അങ്ങനെ വെല്ലുവിളികളെ അല്ലേലിയ ആമേൻ പിശാച് കൊണ്ടുവരുമ്പോൾ ആ വെല്ലുവിളികളെ നേരിടുവാൻ ആർക്കെങ്കിലും സാധിക്കുമോ? അല്ലേലിയ. രാഷ്ട്രീയക്കാർ ചോദിക്കുക, ഞാൻ ആകാശത്തെ വില്ലുപോലെ വളയ്ക്കും, മണലെ ഞാൻ കരിയാക്കി മാറ്റും. അങ്ങനെയുള്ള വെല്ലുവിളിയായിട്ട് വരുന്നവനെ ആ വെല്ലുവിളിയെ നേരിടാൻ ആർക്കും കഴിയില്ല. അല്ലേലിയ. ആ വിശ്വത്രം. അങ്ങനെയുള്ള വെല്ലുവിളികള് നമ്മുടെ അടുത്ത സംസ്ഥാനങ്ങളിലൊക്കെ ചെന്നാൽ കാണുകയും ചെയ്യാം. ഇതുപോലുള്ള വെല്ലുവിളി പ്രത്യേകിച്ച് തമിഴ്നാട്ടിലേക്ക് സംബന്ധിച്ച് നോക്കുമ്പോൾ ഇതേപോലുള്ള വെല്ലുവിളികളുണ്ട്. അതിശ്രേഷ്ഠനായ ദേവദാസൻ എഴുതി വെച്ച പുസ്തകത്തിന്റെ ഒരു ഭാഗമാണ് ഞാൻ പറഞ്ഞത്. അല്ലേലിയ. എന്നെ കേൾക്കുന്നവരെ സ്നേഹിത, ക്രിസ്തുവിന്റെ ശക്തമായ വെല്ലുവിളിയോടുകൂടി നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ കൊണ്ടുപോകണം. ക്രിസ്തുവേശുവിൽ ഉറച്ചു നിന്നുകൊണ്ട്, ക്രിസ്തുവേശുവിന്റെ വചനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട്, ദൈവിക വാക്തത്വങ്ങൾ ഉറച്ചു നിന്നുകൊണ്ട്, ദൈവത്തിന്റെ കൃപയിൽ ഉറച്ചു നിന്നുകൊണ്ട്, പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ ശത്രുവിന്റെ വെല്ലുവിളിയെ നിങ്ങൾ ജയിക്കണം. അല്ലേലിയ. സ്തോത്രം. ആ ഒരു അനുഭവത്തിനാണ് ദൈവം നിങ്ങളെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ യോഹന്നാന്റെ സുവിശേഷമൊക്കെ വായിക്കുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 8-ാം അധ്യായം 46-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, നിങ്ങളിൽ ആർ എന്നെ പാപത്തെ കുറിച്ച് ബോധം വരുത്തുന്നു. അല്ലേലിയ. കർത്താവ് ചോദിക്കും, നിങ്ങളിൽ ആര് എന്നെ പാപത്തെ കുറിച്ച് ബോധം വരുത്തുന്നു? പ്രൈസലോ. ഒരു ചോദ്യമാണ്. കാരണം അവന്റെ വെല്ലുവിളിക്ക് മറുപടി പറയുവാൻ ആർക്കും സാധിച്ചില്ല. യേശുക്രിസ്തുവിന്റെ വചനത്തിന് മുമ്പാകെ സാത്താൻ കിടുകിട വിറച്ചു. അന്നത്തെ പരീശന്മാരും ശാസ്ത്രിമാരും മഹാപുരോഹിതന്മാരും യേശുക്രിസ്തുവിനെതിരെ വന്ന സകലരും യേശുക്രിസ്തുവിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ, യേശുക്രിസ്തുവിന്റെ വായിൽ നിന്ന് വന്ന ദൈവത്തിന്റെ വചനങ്ങൾക്ക് മുമ്പിൽ നിൽക്കുവാൻ കഴിഞ്ഞില്ല. സാത്താന് നിൽക്കാൻ കഴിഞ്ഞില്ല. ഇതുപോലെ തന്നെ എന്നെ കേൾക്കുന്നവരെ സ്നേഹിക്കുന്ന, നിന്റെ ജീവിതത്തിൽ നീ വചനം പഠിക്കണം. വചനം നിന്റെ ഹൃദയത്തിനകത്തുണ്ടായിരിക്കണം. നീ കടന്നു പോകുന്ന മേഖലകളിൽ, നീ ജോലി ചെയ്യുന്ന പ്രസ്ഥാനത്തിൽ, നീ ഭവനത്തിലായിരിക്കുമ്പോൾ, പ്രതികൂലങ്ങൾ നിന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ വചനം എടുത്ത് നീ പ്രയോഗിക്കണം. അല്ലേലിയ.
വചനമെടുത്ത് പ്രയോഗിക്കണമെങ്കിൽ നിന്റെ ഉള്ളിൽ വചനമുണ്ടായിരിക്കണം. പ്രീശ്വരോ, ഇന്നത്തെ ഈ ബാലരമകളും പൈങ്കിളിക്കഥകളും ഇപ്പൊ അതൊക്കെ വായിക്കുന്നുണ്ടെങ്കിൽ എനിക്കറിയത് എന്ന് പറഞ്ഞ ലോകത്തിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ചുള്ള പുസ്തകങ്ങളൊക്കെ വായിച്ചിരിക്കാതെ മൊബൈലിൽ നിന്റെ സമയം ചെലവഴിക്കാതെ വിശുദ്ധ വേദപുസ്തകം എടുത്തു വെച്ച് ദൈവത്തിന്റെ വാക്തത്വങ്ങളെ നിങ്ങൾ പഠിക്കണം. അതുകൊണ്ടാണ് യേശു ചോദിക്കുന്നത്, നിങ്ങളിൽ ആർ ഹല്ലേലൂയ എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും. ഹല്ലേലൂയ. അപ്പം യേശു ക്രിസ്തുവിന്റെ ഈ വെല്ലുവിളിയോടെയുള്ള വചനത്തിന് മുമ്പിൽ ആർക്കും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അവന്റെ ശുശ്രൂഷ മുഴുവനും വ്യാധികളോടും രോഗങ്ങളോടും സാത്താനോടും വെല്ലുവിളിച്ചുകൊണ്ടുള്ള ശുശ്രൂഷയായിരുന്നു യേശുവിന്റെ. പ്രൈസലോ, യേശുവിന്റെ ശുശ്രൂഷ എന്തായിരുന്നു? ഹല്ലേലൂയ. സകലവിധ വ്യാധികളോടും രോഗങ്ങളോടും സാത്താനോടും വെല്ലുവിളിച്ചുകൊണ്ടുള്ളതായിരുന്നു. പ്രൈസലോ. യേശുവിനോടൊപ്പം ശിഷ്യന്മാർ, യേശുവിനോടൊപ്പം വലിയൊരു കൂട്ടം ജനം 3 നാളായി നടക്കുക. അവർക്ക് വിശന്നു, ഹല്ലേലൂയ, പട്ടിണി. അവിടെയും യേശു 5 അപ്പം കൊണ്ട് 5000 പേർക്ക് തൃപ്തി വരുത്തി. ഹല്ലേലൂയ. അപ്പൊ ഏത് വെല്ലുവിളികളെ ഏറ്റെടുത്ത് അതിനെ ജയിക്കുവാൻ യേശുവിന് കഴിഞ്ഞു. പ്രൈസലോ. ഇന്ന് പകരം എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നിന്റെ ജീവിതത്തിൽ രോഗമാകട്ടെ, വ്യാധിയാകട്ടെ, വെല്ലുവിളികൾ ഏതു തരുമാകട്ടെ, സാത്താന്റെ തന്ത്രങ്ങൾ ഏതുമാകട്ടെ, കഷ്ടതയോ പട്ടിണിയോ ഉപദ്രവമോ എന്ത് നിന്റെ ജീവിതത്തിൽ വന്നാലും, ഇനി അത് നഗ്നതയോ ആപത്തോ വാള ഏത് വിധത്തിൽ വന്നാലും യേശുക്രിസ്തുവിനെ പോലെ നീ അതിനെ നേരിടണം. പ്രൈസലോ. നിന്റെ ജീവിതത്തിനകത്ത് ക്രിസ്തുവുമായിട്ടുള്ള ബന്ധമാണ് ആവശ്യം. രക്തം ചെയ്യും. ഹല്ലേലൂയ. വെല്ലുവിളിക്ക് മുമ്പ് നീ പതറിപ്പോകാതെ, വെല്ലുവിളിക്ക് മുമ്പ് നീ തളർന്നു പോകാതെ, യേശു ക്രിസ്തുവിനുള്ള ബന്ധത്തിൽ നീ ഉറച്ചു നിന്ന് ശത്രുവിന്റെ സകല തന്ത്രങ്ങളെ നീ ജയിക്കണം. പ്രൈസലോ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നം, നിങ്ങൾ ശത്രുവിനെ വെല്ലുവിളിച്ച് ജയം പ്രാപിക്കണം. നിങ്ങളൊക്കെ ജയാളികളാണ്. ഹല്ലേലൂയ. നമ്മൾ ഒരിക്കലും പരാജയപ്പെട്ടവനെ അനുഗമിക്കുന്നവരല്ല. പരാജയപ്പെട്ടവനെ അനുഗമിച്ചാൽ അവൻ പരാജയപ്പെടും. കർത്താവായ യേശുക്രിസ്തു ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. യേശുക്രിസ്തു ജയിച്ചവനാ. മരണത്തെയും പാപത്തെയും പാതാളത്തെയും രോഗത്തെയും വ്യാധികളെയും സകലത്തെയും ജയിച്ചവനാണ്. സാത്താനെ ജയിച്ചവനാണ് യേശു. അതുകൊണ്ട് ജയാളിയായ കർത്താവിനെ നമ്മൾ അനുഗമിക്കുന്നത്. സാത്താൻ പരാജയപ്പെട്ടവനാകട്ടോ. പരാജയപ്പെട്ടവന്റെ പിന്നാലെ പോയാൽ പരാജയങ്ങൾ കടന്നു വരും. ജയാളിയുടെ പിന്നാലെ പോയാൽ നാം ജയത്തിലേക്ക് പ്രവേശിക്കും. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ ജീവിതത്തിൽ നേരിടുന്ന വെല്ലുവിളികൾ എത്ര വലുതായിരുന്നാലും അത് നിന്നോട് തന്നെയായിരിക്കട്ടെ, നിന്റെ തലമുറയോടായിരിക്കട്ടെ, അവരുടെ വിദ്യാഭ്യാസത്തോടാകട്ടെ, അവരുടെ ശരീരത്തോടാകട്ടെ, അവരുടെ മനസ്സിനോടാകട്ടെ, അവരുടെ ചിന്താഗതികളോട്ട് നിന്റെ നന്മയ്ക്കെതിരെ വെല്ലുവിളികൾ കടന്നു വരട്ടെ. അതെല്ലാം നീ ചെയ്യിക്കണം. ഹല്ലേലൂയ. ദൈവം നിനക്ക് അനുകൂലമാണ്. ദൈവം നിനക്ക് അനുകൂലമാണ്. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാര്. ഹല്ലേലൂയ. സ്തോത്രം. അതാണ് പൗലോസിന്റെ ജീവിത ശുശ്രൂഷയിൽ, പൗലോസിന്റെ ജീവിതത്തിൽ, പൗലോസിന്റെ ആത്മീയ ശുശ്രൂഷയിൽ പൗലോസ് തളരാതെ നിന്നത് അതുകൊണ്ടാണ്. പ്രൈസലോ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിങ്ങൾ തളർന്നു പോകരുത്. നമുക്കറിയാം, പണ്ട് പഴയ നിയമത്തിൽ വായിക്കുമ്പോൾ ഇസ്രായേലർക്ക് വിരോധമായി ഫറവോനും അവന്റെ സൈന്യവും വെല്ലുവിളിച്ചു. ഹല്ലേലൂയ. മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു പോന്ന സാജനത്തിനെതിരെ ഫറവോനും അവന്റെ സൈന്യവും വെല്ലുവിളിച്ച് അവർ പുറകെ വരികയാണ്. എന്നാൽ കർത്താവ് അവരെ ചെങ്കടലിൽ തള്ളിയിട്ടു. കർത്താവ് എന്ത് ചെയ്തു? ചെങ്കടലിൽ മുക്കിക്കളഞ്ഞു. പ്രൈസലോ. അവർ തുടർന്ന് വീണ്ടും യോശുവയുടെ നേതൃത്വത്തിൽ യാത്ര ചെയ്തു. യോർദാൻ അവരോട് വെല്ലുവിളിച്ചു. എന്നാൽ യഹോവയുടെ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ യോർദാനിലെ വെള്ളത്തിൽ ചവിട്ടിയപ്പോൾ ആ വെല്ലുവിളി മുറിഞ്ഞ് യോർദാനിലെ വെള്ളം 2ആയി പിരിഞ്ഞു. മേൽ നിന്ന് ഒഴുകുന്ന വെള്ളം ചിറ പോലെ നിന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം വായിച്ചാൽ കാണാൻ കഴിയും. ഹല്ലേലൂയ. അവിടെ നിന്ന് അവർ യാത്ര ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? സ്തോത്രം. യെരിഹോവിലെ മതിൽ അവർക്ക് വലിയ തടസ്സമായി മാറി. യെരിഹോ മതിൽ താമ്രവാതിലുകളെ ഉറപ്പിച്ച് ഇരുമ്പോടാമ്പലുകൾ കൊണ്ട് ഉറപ്പിച്ചു വെച്ചിരിക്കുന്നതാണ്. ഇസ്രായേലിനത്തെ വലിയ വെല്ലുവിളിയായി. എന്നാൽ ഇസ്രായേൽ ജനങ്ങൾ സ്തുതിച്ച് ദൈവത്തെ ആരാധിച്ചപ്പോൾ എന്ത് ചെയ്തു? ആ കോട്ടയെ ചുറ്റി നടന്നപ്പോൾ, കാഹള ഊതിയപ്പോൾ യെരിഹോ മതിലുകൾ അവരുടെ മുമ്പിൽ തകർന്നു. ഹല്ലേലൂയ. അപ്പം മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ ജനത്തിന് ചെങ്കടൽ ഒരു പ്രശ്നമായി.
ഫറവോന് സൈന്യം ഒരു പ്രശ്നമായി. അവിടെ നിന്ന് യോശുവയുടെ നേതൃത്വത്തിൽ അവർ യോർദാനിൽ കിടന്ന് യോർദാൻ ഒരു വെല്ലുവിളിയായി. അവിടെ നിന്ന് എന്ത് ചെയ്തു? യെരിഹോ അതൊരു വെല്ലുവിളിയാണ്. അതിനെയെല്ലാം തകർത്ത് ദൈവത്തിന്റെ ജനത്തെ ദൈവം വാഗ്ദത്ത കനാലിൽ എത്തിച്ചെങ്കിൽ ആ വെല്ലുവിളികളെല്ലാം ദൈവഭക്തന്മാർ ഏറ്റെടുത്ത് മുന്നോട്ട് ജീവിതം നയിച്ചെങ്കിൽ പുതിയ നിയമസഭയോട് ഞാൻ പറയട്ടെ, നിനക്ക് മുമ്പിൽ വരുന്ന ചെങ്കടൽ സമാനമായ വിഷയങ്ങൾ, യോർദാന് സമാനമായ വിഷയങ്ങൾ, യെരിഹോ മതിലുപോലെ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ചില പ്രതിസന്ധികളെ നീ തകർക്കണം. എങ്ങനെ തകർക്കണം? പ്രാർത്ഥനയോടെ, ഉപവാസത്തോടെ, ദൈവ നിലവിളിയോടെ, വചന ധ്യാനത്തിലൂടെ ശത്രുവിന്റെ തന്ത്രങ്ങളെ നീ ജയിക്കണം, രക്തം ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഈ 68-ാം സങ്കീർത്തനമൊക്കെ വായിക്കുമ്പോൾ 1-ാമത്തെ വാക്യം വായിക്കുന്നത്, ദൈവം എഴുന്നേൽക്കുന്നു, അല്ലെങ്കിൽ അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു, അവനെ പകയ്ക്കുന്നവരും അവന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുന്നു. ദൈവം എഴുന്നേൽക്കുമ്പോൾ എന്ത് ചെയ്യും? അവന്റെ ശത്രുക്കൾ ചിതറും. ദൈവം എഴുന്നേറ്റപ്പോൾ ഫറവോനി സൈന്യത്തെ ദൈവം ചെങ്കടലിൽ മുക്കിക്കളഞ്ഞു. ദൈവം എഴുന്നേറ്റപ്പോൾ യോർദാൻ രണ്ടായി പിരിഞ്ഞു. ദൈവം എഴുന്നേറ്റപ്പോൾ യോശുവയും കൂട്ടി യെരിഹോവിനെ 6 ദിവസം ചുറ്റി, 7-ാം ദിവസം 7 പ്രാവശ്യം ചുറ്റി കാഹളം ഊതിപ്പോൾ ആ യെരിഹോ മതിൽ വീണു. അപ്പൊ ദൈവം എഴുന്നേൽക്കുമ്പോൾ എന്താണ്? അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു, അവനെ പകയ്ക്കുന്നവരും അവന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുന്നു. എങ്ങനെ ഓടിപ്പോകുന്നേ? എങ്ങനെ അതിന്റെ തകർച്ച? 68-ാം സംഗീതം 2-ാം വാക്യം വായിച്ചാൽ കാണാം, പുക പാതറിക്കുന്നത് പോലെ നീ അവരെ പാതറിക്കുന്നു, തീയെങ്കിൽ മെഴുകുരുകുന്നത് പോലെ ദുഷ്ടന്മാർ ദൈവസന്നിധിയിൽ നശിക്കുന്നു. അല്ലേ? എങ്ങനെയാണ് ഇതൊക്കെ നശിക്കും? പുക പാതറി പോകുന്നത് പോലെ, തീയെങ്കിൽ മെഴുകുരുകുന്നത് പോലെ ശത്രു തകരുക തന്നെ ചെയ്യും. ഈശ്വരൻ, എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, ദൈവം നിനക്ക് വെച്ചിരിക്കുന്ന ആത്മീയ അനുഗ്രഹത്തെ തകർപ്പാൻ ഈ ഉലകത്തിലൊരു ശക്തിക്കും കഴിയത്തില്ല. അല്ലേ? ഇസ്രായേൽ ജനങ്ങൾക്ക് വിരോധമായി ഗോലിയാത്ത് വെല്ലുവിളിച്ചു. എന്നോട് യുദ്ധം ചെയ്ത് ജയിക്കുവാൻ പ്രാപ്തിയുള്ളവൻ ആരെങ്കിലും ഉണ്ടോ എന്ന് 40 ദിവസം മുടങ്ങാതെ വെല്ലുവിളിക്കുക ഗോലിയാത്ത്. അല്ലേറിയ. എന്നാൽ ദാവീദ് എന്ന് പറയുന്ന മനുഷ്യൻ തന്റെ കവണിയിൽ കിടക്കുന്ന 5 കല്ല്, അതിലൊരു കല്ലെടുത്ത് കവണിയിൽ വെച്ച് വീശിക്കഴിഞ്ഞപ്പോൾ 40 ദിവസം ഇസ്രായേലത്തെ വെല്ലുവിളിച്ച ഗോലിയാത്തിന്റെ തല തകർത്തു. അല്ലേറിയ സ്തോത്രം. നിങ്ങൾ 1 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 49-ാമത്തെ വാക്യം വായിച്ചാൽ അവിടെ കാണാൻ കഴിയും. അവിടെ എഴുതിയ സ്തോത്രം. അല്ലെങ്കിൽ ദാവീദ് സജ്ജിയിൽ കൈയിട്ടൊരു കല്ലെടുത്ത് കവണിയിൽ വെച്ച് വീശി ഫിലിസ്ത്യന്റെ നെറ്റിക്കെറിഞ്ഞു. കല്ല് അവന്റെ നെറ്റിയിൽ കൊണ്ട് പതിഞ്ഞു, അവൻ കവിണ് വീണു. ഇസ്രായേലത്തിനെതിരെ 40 ദിവസം വെല്ലുവിളിച്ച ഗോലിയാത്തിനെ ദാവീദ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ തകർത്തെങ്കിൽ, അല്ലേലിയ, പുതിയ നിയമസഭയോട് പറയട്ടെ, നിനക്ക് നേരെ കടലിൽ നിന്ന് വരുന്ന വെല്ലുവിളികളെ നീ ജയിക്കണം. പ്രൈസലോ. നിനക്ക് തന്നിരിക്കുന്ന നീതീകരണവും നിനക്ക് തന്നിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പും നിന്റെ മേലുള്ള ദൈവത്തിന്റെ ഭക്തിയും ദൈവകൃപയും, അല്ലേലിയ, തകർക്കുവാൻ പിശാച് പദ്ധതികളുമായി വരുമ്പോൾ അതിനെ നീ ജയിക്കണം സഹോദര സഹോദരി. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാണ്. സ്വതം. അത് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സ്നേഹിത, ദൈവം നിനക്ക് അനുകൂലമാ. അല്ലേലിയ. ദൈവം നിനക്ക് അനുകൂലമാണ്. നിന്റെ കുടുംബത്തിന്റെ തലമുറയ്ക്ക് ദൈവം അനുകൂലമാണ്. ഇന്ന് പകൽ ദൈവത്തിന്റെ വചനത്തിലേക്ക് മടങ്ങി വരുന്നെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ, കഷ്ടതകൾ, കട്ടപ്പാടുകൾ, ദുഃഖങ്ങൾ, കണ്ണീരുകൾ, കുടുംബത്തിനകത്തെ അസമാധാനങ്ങൾ, എന്റെ ഭർത്താവിന്റെ മദ്യപാനം, എന്റെ ഭാര്യയുടെ മദ്യപാനം, വഴിവിട്ടുള്ള ജീവിതം, നിങ്ങളുടെ തലമുറയുടെ വഴിവിട്ടുള്ള ജീവിതം, നിന്റെ ആത്മീയ നന്മകളെ ചൂഷണം ചെയ്ത് ജോലിക്കെതിരെ പോരാടുന്ന, നീ നിൽക്കുന്ന മേഖലയിൽ നിനക്കുള്ള പോരാട്ടം, നിന്റെ സഹോദരങ്ങളുമായുള്ള പോരാട്ടം, നിന്റെ അയൽവാസികളുടെ പോരാട്ടം, നിന്റെ സഭയ്ക്കകത്തെ പോരാട്ടം, അങ്ങനെ വിവിധ വെല്ലുവിളികളെ നീ നേരിടുന്ന വ്യക്തിയാണോ? രോഗവും വ്യാധിയും നിന്റെ ജീവിതത്തിലുണ്ട്, കഷ്ടതയോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാള, ഇങ്ങനെ ഏതെങ്കിലും പ്രതിസന്ധികൾ നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അതിനെ നീ പ്രാർത്ഥനയോടെ നേരിടണം. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നീ പുറത്തു പോകാതെ ദൈവസ്നേഹത്തെ കുറച്ച് കേൾക്കണം. ഇന്ന് പകൽ ആരെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയാതെ ജീവിതത്തിൽ കഷ്ടത അനുഭവിക്കുന്നെങ്കിൽ യേശുവിന് വേണ്ടി നിന്റെ ഹൃദയം വിട്ടുകൊടുത്ത് ദൈവം നിന്നെ അനുഗ്രഹിക്കും. എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചാട്ട്, പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സകല ജനത്തെ ശൈശവത്തിലും ബാല്യത്തിലും കൗമാരി യൗവനത്തിലും വാർത്തയിലും നിരാനുഭവത്തിലും അസമ യാച റോഷണ ചോട്ട ജുവെ തടവറയിലായിരിക്കുന്ന
ചെറുതും വലുതുമായ എല്ലാ കർത്താവിയ ആളുകളെ വലിയവരെയും ചെറിയവരെയും പുല്ലോട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്നവരെ കർത്താവിന്റെ കേരളത്തിലെ 3,46 ലക്ഷം തലമുറകൾ അന്നത്തെ പ്രാധാന്യസ്ഥാനത്തുള്ള ആളുകൾ ഇന്ത്യയുടെ കർത്താവ് 29 സംസ്ഥാന 7 കേന്ദ്രങ്ങളായി 140 കോടിയിലധികം ജനത്തിനായി തലമുറകൾക്കായി എണ്ണത്തിൽ പ്രാർത്ഥന 7 ഭൂഖണ്ഡങ്ങളിലായി കർത്താവ് 800 കോടി ജനത്തിന്റെ വിടുതലിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങളെ ഭരിക്കുന്നവർ, രാജാക്കന്മാർ, രാജ്യമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങൾ, ദ്വീപുകളെ, ആദിവാസികൾ, ട്രൈബൽ മേഖലയിലായിരിക്കുന്ന ജനത്തെ, ഭരണ സംവിധാനങ്ങളെ, കരയിൽ, കടലും, ആകാശമാർഗം, വാഹനോടിക്കും, വാഹന യാത്ര, വാഹന നിർമ്മാണങ്ങൾ സെയിൽസ് ചെയ്യുന്നവർ, കർത്താവ് കടലോവാസം, തീരദേശവാസികളും, സമുദ്രത്തിൽ മത്സ്യബന്ധനെ കടന്നുപോയിരിക്കുന്നവരും, സമുദ്രത്തിൽ ആഴങ്ങളും ഖനികളും കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്നവർ, വലുത് ചെറുതുമായ എല്ലാ വ്യാപാരികളും, വ്യവസായികളെയും കർത്താവ് എല്ലാ വഴിയോര കച്ചവടക്കാരെയും, രാമൻ കൺസ്ട്രക്ഷൻ രംഗം, മെക്കാനിക്കൽ, മോട്ടോർ രംഗത്ത്, കർത്താവ് യൂണിറ്റ് രംഗത്ത്, എല്ലാ ടൈൽസ് ട്രാവൽസിനെയും വലുരിയ സകലമേഖല, ആരോഗ്യമേഖല, വിദ്യാഭ്യാസം, സാമ്പത്തിക മേഖല, കർത്താവ് എല്ലാ ബാങ്കിങ് മേഖലയിലും, സയന്റിസ്റ്റുകൾ, എഞ്ചിനീയർമാരെ, എല്ലാ മത, സാമൂഹിക, സാംസ്കാരിക സംഘടന രംഗം ജനതമാധ്യമ മീഡിയ നിൽക്കുന്നവരെ, എല്ലാ ഭരണദൃശ്യ പാർട്ടികളെ ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവ് ഈ മദ്യത്തിനും മയക്കും വൻസം ലഹരിപത അടിപ്പെട്ട് സാത്താന്യ വേദന വീട് കിടക്കുക, രോഗിയെ ഭാരപ്പെടുന്നത്, വ്യാധികളെ ഭാരപ്പെടുന്നവർ, ജീവിതത്തിൽ കഷ്ടതയും പട്ടിണി ഉപദ്രവം കടന്നു പോകുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അടുത്ത കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദേശരാജ്യങ്ങൾ കഷ്ടം സഹിക്കുന്നു, മണ്ഡലത്തിൽ കഷ്ടം സഹിക്കും, വിസ നഷ്ടപ്പെട്ടു നട്ടിക്കിടന്നവരെയും ഭാരപ്പെടുന്നവർ, സാധുവിൽ ഭാരപ്പെടും, വിദേശങ്ങളിൽ പീഡാനുഭവങ്ങളുടെ സഹോദരങ്ങൾ, സൗര്യമാർ, വിവിധ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നവർ, കർത്താവ് അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മാകളുടെ സ്തോത്രം അവിടുത്തെ കരങ്ങൾ കർത്താവ് ജനത്തെ വിടുവിക്കണമേ. ദൈവം വയനാടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് സ്തോത്രം അവിടുത്തെ ജനത്തിന് വിടുതലും ആശ്വാസം കൊടുക്കണമേ. കേരളത്തിൽ 3-4 ജില്ലയിലായിരിക്കും ജനത്തെ ഈ കർത്താവ് ഈ ദുരന്തങ്ങൾ നീ ഉൾപ്പെട്ട നാശനഷ്ടങ്ങൾ മഴയുന്ന മഹാമാരിന്ന് വിട്ടുവിക്കണമേ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വേലയുമായി ദേശത്ത് വിദേശം കർത്താവ് ജോലി ചെയ്ത എല്ലാ കർത്തദാസന്മാരെ, വേല ചെയ്തവരെ, ആമയെ സുവിശേഷമായ കഷ്ടം സഹിക്കുന്നവരെ എല്ലാം ദൈവങ്ങൾ ഏൽപ്പിക്കും. പൗലോസിനെ പോലെ ശക്തിയോടെ നിൽപ്പാൻ പ്രഭുവും. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാണെന്ന് ചോദിച്ച പോലെ വിശ്വാസം കൊണ്ട്, ഭക്തി കൊണ്ട്, വിശുദ്ധി കൊണ്ട്, ജീവിതം കൊണ്ട്, വചനം കൊണ്ട് ശത്രുവിനെ ജയിപ്പാനുള്ള കൃപ സകല ജനത്തിന് കൊടുക്കണമേ. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.